പ്രാർത്ഥനയ്ക്ക് രണ്ട് അംശങ്ങളുണ്ട്. ഭൗമ അംശങ്ങളുമുണ്ട്, ദൈവ അംശങ്ങളുമുണ്ട്. ഭൗമ അംശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഭൗമ അംശങ്ങൾ. ഇത് പലപ്പോഴും ദൈവാംശങ്ങൾ പലപ്പോഴും ചില പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകത്തില്ല. ആ പ്രാർത്ഥന ലാഗ് ചെയ്തുകൊണ്ടേയിരിക്കും, താമസിക്കും, കേൾക്കാൻ താമസിക്കും, ചിലപ്പോൾ കേൾക്കത്തില്ല, വേസ്റ്റ് പ്രെയർ ആവും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥന നമ്മൾ പ്രിപ്പയർ ചെയ്ത് ലോഞ്ചിങ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളതിൻ്റെ ഭൗമ അംശങ്ങളൊക്കെ പകുതിയോളം കുറച്ചിട്ട് ദൈവാംശം വെക്കണം അതിൻ്റെ അകത്ത്. അപ്പം നിങ്ങൾക്കത് ചിലർക്കത് ഞാൻ പറയണ മനസ്സിലാകണില്ല, എനിക്കറിയാം. അവർക്ക് നിങ്ങൾ നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും മനസ്സിലാകണില്ലെന്ന്. അത് ഉദാഹരണം, ഒരു കുഞ്ഞിനെ വേണം നമുക്ക്. 15 വർഷമേ മക്കളില്ല, ഒരു കുഞ്ഞിനെ വേണം. അപ്പോൾ കുഞ്ഞിനെ വേണമെന്ന് പറയുമ്പോൾ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് ദൈവാംശം അതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് മാത്രം ഞങ്ങൾ കർത്താവേ ഞങ്ങൾ മരിക്കാൻ നേരത്ത് ഞങ്ങൾ ആരെങ്കിലും നോക്കണ്ടേന്ന് മലയാളീസ് അങ്ങനെയല്ലേ പറയത്തുള്ളൂ. മലയാളീസ് കുഞ്ഞിനൊക്കെ ജനിപ്പിച്ചിരിക്കണത് എന്താണ്? ചകാൻ നേരത്തെ വല്ലൊരു കഞ്ഞി വെച്ച് തരേണ്ടതെന്ന് പറഞ്ഞല്ല കുഞ്ഞിനൊക്കെ ജനിപ്പിച്ചിരിക്കണത്. ഇപ്പം എല്ലാവരും പോയില്ല, രാജ്യം വിട്ട്. അപ്പം ഇനി ആ അഭ്യാസം നടക്കത്തില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ചൊരു അജണ്ട വെക്കാനും പറ്റത്തില്ല ഇപ്പം. കാര്യം എന്താണ്? അവർ മുട്ടൻ പിരിയുമ്പോൾ തന്നെ അവർ വിസയും മേടിച്ച് നടുവിടാൻ പോയി. പിന്നെ ആര് നോക്കാനാണ്? നമ്മളെ നോക്കണമെങ്കിൽ വല്ല ബംഗാളികളും വരേണ്ടി വരും. അപ്പം അതിവിടെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ദൈവത്തിനറിയാം ഈ കുഞ്ഞിനെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുർബാന കൂടി പോകും. ദൈവത്തിനറിയാം. നിൻ്റെ സ്വഭാവം അനുസരിച്ചാണേ ഈ പ്രാർത്ഥന അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ദൈവം ഇതിനെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ ഇവർക്ക് കുഞ്ഞിനെ കൊടുത്താലുള്ള കാലം ദൈവത്തിന് അറിയാൻ പറ്റും. എന്താണ്? ഇവിടെ പിന്നെ 5 കൊല്ലം പള്ളിക്ക് കയറത്തില്ല, കൊച്ചിനെ ദൈവമായിട്ട് ആരാധിക്കും. കാരണം താമസിച്ച് കിട്ടിയ സാധനമല്ലേ, ഒത്തിരി താമസിച്ചല്ലേ സാധനം കിട്ടിയത്. ഇപ്പോൾ താഴെ വെച്ചാൽ പേനരിക്കും, മുകളിൽ വെച്ചാൽ അത് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മായിയമ്മയെ കൊണ്ടുപോലും നോക്കിക്കത്തില്ല കുഞ്ഞിനെ. തള്ള നോക്കിയാൽ കുഞ്ഞിനെ കണ്ണിക്കേട് വരുമെന്ന് പറയും. പോരെ സമ്മതം നോക്കിയേ. പണ്ട് ഈ അമ്മായിയമ്മയും മരുമോളും തമ്മിലൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായില്ലേ. ഇപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാമ്പിൻ്റെ അടുത്ത് മുട്ടയെടുത്ത് പാമ്പിരിക്കണവർ ഇരിക്കുകയാണ്. ഒരാരെക്കൊണ്ടും തൊടിയിക്കത്തില്ല, ആരെക്കൊണ്ടും ഇടിപ്പിക്കത്തില്ല, പിന്നെ പുറത്ത് വിടത്തില്ല. കുഞ്ഞ് വലുതായ തന്നെ പുറത്ത് പോയാൽ പറയും, പിന്നെ പുറത്തേക്ക് പോരത്തെ, കുഞ്ഞ് പുറത്ത് പോരടാ, എല്ലാം ചീത്ത പിള്ളേരാണ്, കൊള്ളാത്ത പിള്ളേരാണ്, നാട്ടിൽ പറ്റാത്ത ചരക്ക് അടിസ്ഥാനത്ത് വളർത്തിയെടുക്കും. പല അണ്ണന്മാരും നാട് വിട്ട് പോയിരിക്കണം. എന്താണെന്നറിയാമോ? നിങ്ങൾ വളർത്തിയതിൻ്റെ പേരിൽ നാട്ടിൽ പറ്റാത്ത ചരക്കായിട്ട് മാറി. എല്ലാവരും ഞാൻ കുറ്റം പറയണില്ല. പല ആൾക്കാർക്ക് നാട്ടുകാരുടെ പുച്ഛമാണ്. വളർന്നു വന്നിരിക്കുന്നത് ഞാനീ ജനങ്ങളുടെ കൂടെ കഴിക്കല്ലേ. വളർന്നു വരിക്കുന്ന പല പെങ്കൊച്ചുങ്ങൾക്കും ആൺകൊച്ചുങ്ങൾക്കും നാട്ടുകാരുടെ പുച്ഛം, അയൽക്കാരോട്. എന്താ കാര്യം? ഈ അമ്മത്തള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നാട്ടുകാർ കൊള്ളത്തില്ല, അയൽവാസികൾ കൊള്ളത്തില്ല. ഇവരാണ് കൊള്ളാത്തത്. ഇവർക്ക് പുറത്താക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻട്രോവേർട്ടായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരാ ജനവുമായിട്ടൊരു ബന്ധവുമില്ല, അവരുടെ കൊച്ചിനെ കൊണ്ടൊരു ബന്ധം ഉണ്ടാക്കിയതൊരു ജനവുമായിട്ട്. എന്നിട്ട് ഇതിനെ പൊതിഞ്ഞ് കെട്ടി അവസാനം വേണമെങ്കിൽ കൊച്ചിനെ കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന കുറേ ഭണ്ഡാരങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ദൈവത്തിനറിയാം ഇത് ഡൈവേഴ്സിലോട്ടാണ് പോകണമെന്ന്. നമ്മുടെ ഡൈവേഴ്സ് ചരിത്രം മാത്രം ദൈവം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഡൈവേഴ്സും നടന്നിരിക്കണത്, അല്ലെങ്കിൽ നടക്കാൻ പോണതും, അല്ലെങ്കിൽ മനസ്സിരിപ്പും ഒരു കുഞ്ഞിനെ കിട്ടട്ടെ എന്നിട്ട് വേണം ഈ നാട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് പോകാൻ. അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയുടെ കൂടെ താമസിക്കും കൊച്ചിനെ കൊണ്ട്. കൊച്ചിനെ കിട്ടാത്തത് കൊണ്ട് മാത്രം അവൾ ഇതിൻ്റെ നിൽക്കുന്നവരുണ്ട്. ഈ ഉടമ്പടി ഇടുമ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും. ഓടതമ്മാവ ആളറിയാം. എന്താ കാര്യം? ഇവൾ ഉടമ്പടി ഇട്ടിട്ട് ആ കൊച്ചിനെ കഴിയില്ലെന്ന് പറഞ്ഞ് കൊച്ചിനെ ഉടമ്പടി ഇട്ടിട്ട് കല്യാണം കഴിച്ച് നാട്ടുകാരെ കാണിച്ച് പിന്നെ ഒരു കൊച്ചിനെയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ വായടക്കാൻ പറ്റുമല്ല. അല്ലെങ്കിൽ ആൾക്കാർ പുറകെ നടന്ന് ഒന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന് മനുഷ്യൻ തലവേദനയാണ്. അപ്പം നമ്മളെ പ്രസവിച്ചിട്ട് അവർക്കൊന്നുമില്ലേ, എന്നാലും നാട്ടിൽ കാണുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. സായിപ്പാണെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും. മലയാളിക്ക് ഗുഡ് മോർണിംഗ് എന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇപ്പം ഗർഭിണിയെ കാണുമ്പോൾ എന്നാണ് ഡേറ്റ് എന്ന് ചോദിക്കും പ്രസവിക്കണം. പിന്നെ ഇവർക്ക് വല്ല അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് അല്ല, ഇനി കല്യാണം കഴിച്ചിട്ട് 4-5
മാസം വരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റും, നമുക്ക് ഗുഡ് മോർണിംഗ് പറയാൻ അറിയാം. ഒന്നും ആയില്ലെന്ന് ചോദിക്കും. മലയാളിയുടെ അവസ്ഥ ഇതാണ്. ഇവർക്ക് ഒരു കാര്യമില്ല, നമുക്കറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട്. ആയില്ലെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമാണ്. അവളുടെ കയ്യിരിപ്പാണ്, ഒന്നും ആയില്ലെന്ന് പറയും. ഈ പാർട്ടി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് മനസ്സിലിരിപ്പെന്ന് പറയുന്ന സാധനം. അതായത് നമ്മളോട് സന്തോഷത്തോടെ ചോദിക്കും, ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും. മക്കളായില്ല. അപ്പോൾ അവർക്ക് വേണ്ട നമുക്ക് മക്കളില്ലെങ്കിൽ അവർ പോയി ആറ്റിച്ചാടുന്ന സങ്കടത്തിലാണ് നമ്മളോട് ചോദിക്കണത്. ആയില്ലെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് അവൾ പറയും, കയ്യിരിപ്പ് കൊണ്ടാണ്, ഒന്നും ആയില്ലെന്ന് പറയും. അപ്പം അത് ഈ ഒരു മാനസികമായ അശുദ്ധിയില്ലേ, ഈ അശുദ്ധിയും ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ഇപ്പം ബൈബിൾ എന്താ പറയണത്? കഴിയുന്നത്ര എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ റോമ 12:18 എടുത്തേ. റോമ 12:18. റോമ 12:18. സാധിക്കുന്നിടത്തോളം സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. അപ്പം നിങ്ങളൊക്കെ ബൈബിൾ തന്നെ ഉടമ്പടി എടുത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശത്രുക്കളോടും സമാധാനത്തോടെ വർത്തിക്കുവിൻ. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത, വഴക്കില്ലാത്ത അവസ്ഥ അല്ല. ബൈബിളിലെ സമാധാനം പരിശുദ്ധാത്മാവ് നിറയാൻ പറ്റിയ ഫോർമാറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അതിപ്പോൾ നമ്മൾ ഈ സമാധാനം പല ഡിക്ഷണറിയിൽ പല അർത്ഥമാണ്. ബൈബിൾ ഡിക്ഷണറി ബൈബിളിൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു നിഘണ്ടു ഉണ്ടാക്കുകയാണെങ്കിൽ, ആധ്യാത്മിക ജീവിത നിഘണ്ടു എന്നും പറഞ്ഞ പുസ്തകം നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റർത്ഥമേ ഉള്ളൂ. എന്താണ്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പരുവം ഉണ്ടാക്കുക. അതാണ് സംഭവം. സമാധാനം എന്താണ്? നമുക്ക് സമാധാനം കിട്ടി ദൈവത്തിന് എന്തിനാണെന്നേ? ഇത് ദൈവാംശമാണ്. നമ്മളെപ്പോഴും അനുഭവത്തിൻ്റെ ദൈവാംശങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് സമാധാനം കിട്ടി, നമുക്ക് കുറച്ച് മുമ്പ് മരിച്ചുപോയി, തീർന്നു. ദൈവത്തിന് അതുകൊണ്ട് എന്ത് പ്രയോജനം? സമാധാനം ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ പോർഷൻ ഗ്യാരണ്ടി ചെയ്യണം നമ്മൾ. എന്താ കാര്യം? അത് നമ്മൾ തമ്മിൽ വഴക്കിടാതിരിക്കണമല്ല പ്രശ്നം, അതാർക്കും കഴിയും. ഇപ്പം മഹാത്മാഗാന്ധി എന്തുമാത്രം ആൾക്കാരോട് ക്ഷമിച്ചു. കാര്യം എന്താ മഹാത്മാഗാന്ധി ക്ഷമിക്കാൻ കാരണം? പുള്ളിക്കാരൻ ജീവിതകാലം വട്ടമേശ സമ്മേളനത്തിന് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ആ മനുഷ്യൻ കപ്പലിൽ ഒരാടിനെ കൊണ്ടാണ് പോയത്. അപ്പോൾ ചർച്ചിൽ അവിടെ ഉണ്ടായിരുന്ന സാഹിബ് ചോദിച്ചേ, ഇതെന്തിനാ ബഗ്ഗറെ ഈ ആടിനെയും കൊണ്ട് വന്നിരിക്കുന്നത്? അപ്പോൾ പുള്ളി ആടിനെ കറന്ന് അദ്ദേഹത്തിൻ്റെ പാല് ആ ആടിനെ കറന്നാണ് കുടിക്കണത്. ഓരോ മനുഷ്യൻ്റെ ജീവിത രീതിയാണേ. ഇപ്പോൾ ജീവിതകാലം മുഴുവനും ആട്ടും പാലും അതുപോലെ തന്നെ ക്യാബേജും പച്ചക്കറിയൊക്കെ തിന്നവർക്ക് സ്വാഭാവികമായ ക്ഷമയുണ്ടാകും, സമാധാനം ഉണ്ടാകും. അവർക്ക് സമാധാനത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കും. അതൊന്നും ബിബ്ലിക്കൽ പീസല്ല. ബൈബിളിന് അതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കേണ്ട കാര്യമില്ല, അത് വേറെ. മഹാത്മാഗാന്ധിയുടെ ഒരു ക്ഷമ എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ശീലത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരം. ആരെയും യുദ്ധം ചെയ്യാത്ത, നമ്മളെല്ലാം കഴുത്തേ 5000 കൊല്ലമായിട്ട് നമ്മൾ ജീവിക്കണമല്ലേ ഇവിടെ. നമ്മൾ ആരുടെയും കഴുത്തേ പോയിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ കഴുത്തേ കയറത്തില്ല. ഒരു മനുഷ്യൻ്റെ കഴുത്ത് ഇന്ത്യക്കാരൻ കയറിയ ചരിത്രമില്ല. ഇങ്ങോട്ട് മേക്കട്ട് കയറാൻ വന്ന് നമ്മുടെ ഒരു പകുതിയും കൊണ്ട് പോയെന്നല്ലാതെ നമ്മളാരുടെയും കഴുത്തേ കയറില്ല, ഇന്നുവരെ കയറിയിട്ടില്ല. അത് നമ്മുടെ ശീലമാണ്. സമാധാനം മാനുഷികമായ രീതിയിൽ സാംസ്കാരിക സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതാണ് ബിബ്ലിക്കൽ പീസ്. അതൊരു സാംസ്കാരിക സമാധാനമാണ്. അതായത് ഇപ്പോൾ നമ്മൾ പോത്തിറച്ചി കഴിക്കണില്ല. ഈ ക്രിസ്ത്യാനിറ്റി ഇവിടെ വിലപ്പോകാഞ്ഞതിൻ്റെ കാരണമെന്നിലൊന്ന്, ക്രിസ്ത്യാനിറ്റിയും കൊണ്ട് വന്നവൻ്റെ കയ്യിൽ ഒരു കുറേ ഇറച്ചിയും ഒരു കുപ്പി കള്ളും പിന്നെ ഒരു തൂക്കൊക്കെ കയ്യിരുന്നതുകൊണ്ടാണ്. സായിപ്പ് ഈ സാധനം എല്ലാം കഴിക്കണമാണല്ലോ. ഈ കക്ഷിയല്ലേ ഇത് ഇവിടെ പഠിപ്പിച്ചത്. പഠിപ്പിച്ച സാറ് മാറിപ്പോയി, അതാണ് കുഴപ്പമായിപ്പോയത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യണം. കാര്യം ഇന്ത്യ ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു രാജ്യമാണ്. പഠിപ്പിച്ച സാറ് മാറിപ്പോയി, സാറിൻ്റെ സ്വഭാവം മാറിപ്പോയി. അതാണ് ബൈബിളിന് പറ്റിയത്. പഠിപ്പിക്കുന്ന സ്ഥലത്ത് പഠിപ്പിക്കാതെ
പഠിപ്പിക്കേണ്ടാത്ത സ്ഥലത്ത് കൂടി പഠിപ്പിച്ചു. പദാർത്ഥത്തെ ദൈവമായി കാണുന്ന ഒരു ജനതയാണ് ഇവർ. മിക്കവാറും ആംഗ്ലോ സാക്സൺസ് അല്ല, കന്നിബാൽസ് അല്ലേ, മനുഷ്യൻ തിന്നണ ഒരു ജാതിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പദാർത്ഥത്തിനാണ് പ്രാധാന്യം. ഇപ്പോഴും പദാർത്ഥത്തിനല്ലേ പ്രാധാന്യം? നമ്മൾക്ക് പദാർത്ഥത്തിനല്ല പ്രാധാന്യം. പദാർത്ഥം വിട്ടിട്ട്, ഉള്ള പദാർത്ഥങ്ങളെല്ലാം വിട്ടിട്ട് തുണി അര മറക്കാനുള്ള തുണി മാത്രം ഉടുത്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിപ്പോയവരുടെ രാജ്യമാണിത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യകാലം ഒരു സാംസ്കാരികമായ സമാധാനം കൈമുതലായിട്ടുള്ള ഒരു പൈതൃക സമാധാന ശീലമുള്ളവരാണ്. ഈ പൈതൃക സമാധാനം ബിബ്ലിക്കലല്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് വിഷയം. കേവല സമാധാനത്തിൻ്റെ അകത്ത് വരുന്ന ഈ സാംസ്കാരിക കൾച്ചറൽ പീസ് എന്ന് പറയുന്ന സംഭവം ആണ് പൊതുവെ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യക്കാരോട് സമാധാനം എന്ന് പറഞ്ഞാൽ അവരുടനെ പറയും യുദ്ധമില്ലാത്ത അവസ്ഥ, ആൾക്കാരോട് ധാരണയോടെ പെരുമാറുന്ന അവസ്ഥ. അതല്ല ബിബ്ലിക്കൽ പീസ്, അതല്ല. ബൈബിളിൽ സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം എന്താണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സമാധാനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെല്ലാം ക്രൈസിസ് സംഭവിച്ചാലും ആത്മാവ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാനൊരു അപ്പാപ്പനെ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, 4 പേരും വയനാട്ടിൽ ഉരുൾപൊട്ടലും മരിച്ചു. അവർക്ക് മണ്ണിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവശേഷിക്കണമെന്നൊരു അപ്പാപ്പൻ പറഞ്ഞില്ലേ. അപ്പോൾ അപ്പാപ്പൻ ഈ വിഷയത്തെ എല്ലാം ഒത്തിരി തീയിലൂടെ വന്ന് വെയിലത്ത് വാടാതെ നിൽക്കുന്നതാണ്. പക്ഷേ ഈ സഹനമല്ല ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സഹനം എന്ന് പറയണത്. ഈ സഹനത്തിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയുന്നൊരു കൺവേർഷൻ ഫോർമുലയാണ്. എന്നിട്ട് ക്രിസ്തു സഹിച്ച സഹനത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ദൈവത്തെ തന്നിരിക്കുന്ന അന്നു വേണ്ട ആഹാരം പോലെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമുക്ക് കിട്ടിയ നന്മയുണ്ട്, തിന്മയുണ്ട്. എല്ലാത്തിനുമാണ് നമ്മൾ നന്ദി പറയണത്. എല്ലാത്തിനും നന്ദി പറയുന്ന ഇടയ്ക്ക് പാടാറുണ്ട് ജയേഷ്. ഇപ്പോൾ നമ്മളെ സമാധാനം എന്ന് പറയുമ്പോൾ ഇപ്പോഴ് 12:18 റോമ അല്ലേ, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക. ഇപ്പോൾ വീട്ടിൽ ശത്രുതയുണ്ട്, അയൽവാസികളുമായി ശത്രുതയുണ്ട്, കുടുംബത്തിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി 3 പുതുക്കിയിട്ടും ആ പഴയ ശത്രുവായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുക. പിന്നെ പുതുക്കണേ എന്തിനാ? നിങ്ങൾ ഉടമ്പടി 3 പുതുക്കി വെള്ളയായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളയായില്ലല്ലോ, പേപ്പർ മാത്രമല്ലേ വെള്ളയായുള്ളത്. ആ പഴയ ശത്രുവായിട്ട് ഇപ്പോഴും ഇരിക്കുകയല്ലേ. മിണ്ടാത്തതോട് നിങ്ങൾ മിണ്ടുന്നില്ല, സംസാരിക്കാത്തതോട് നിങ്ങൾ സംസാരിക്കണില്ല, ഇടപെടാത്തതോട് നിങ്ങൾ ഇടപെടുന്നില്ല. ചില ആൾക്കാരെ കാണുമ്പോൾ തിയാളെ കുത്തിയ പോലെ മോന്ത വെക്കുന്നു, എന്നിട്ടും ഉടമ്പടി വെള്ള. എൻ്റെ അമ്മ എന്തൊരു വെള്ളം ഇരിക്കത്. പുതുക്കുമ്പോൾ സൂക്ഷിക്കണം. ഓരോ പുതുക്കവും പരിശുദ്ധാത്മാവിലേക്കുള്ള ഒരു പുതുക്കമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സാധിക്കുന്നിടത്തോളം പറഞ്ഞേ, എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുവാൻ കർത്താവേ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കളെ, നിങ്ങൾ സീരിയസ് ആയിട്ട് ദൈവത്തെ എടുത്താൽ ഉടമ്പടിയിൽ പെട്ടെന്ന് ടൈം ഷോർട്ടറിങ് സംഭവിക്കും. ഉടമ്പടി ടൈം ഷോർട്ടറിങ് സംഭവിക്കാത്തത് നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടി മാത്രം യോഗ്യമായൊരു പാത്രമായിട്ട് നിങ്ങൾ ദൈവം കാണാത്തത് കൊണ്ടാണ്. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക, ഇനി ഇതിനൊക്കെ വലുത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും ക്രിസ്തു ജനിക്കുകയും മരിക്കുകയും ചെയ്താലും തൻ്റെ സാന്നിധ്യത്തെ ലോകാവസാനം വരെ ഉറപ്പ് വരുത്താൻ കുർബാന സ്ഥാപിക്കുന്നതിനൊക്കെ വലിയൊരു ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഉടമ്പടി എന്നുള്ള സംവിധാനം. നമുക്കറിയാം, നമ്മളുടെ ഒരു ജീവിതത്തിൽ, നമ്മുടെ ഒരു വിഷയത്തിൽ നമുക്ക് ഇപ്പം നിങ്ങളൊരു കൊട്ടയിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ മുഴുവൻ, ഇപ്പം മഴയും കാറ്റും കഴിഞ്ഞപ്പോൾ മുഴുവൻ കമ്പും കോലും ഒക്കെ ആയിട്ട്
മുറ്റം മുഴുവനും ചീഞ്ഞ ഇലയും അത് ഇതൊക്കെ കൂടി നിറഞ്ഞ് നിങ്ങളിതെല്ലാം ഒറ്റക്ക് നിന്നുകൊണ്ട് ഇതെല്ലാം വരണ്ടി എടുത്തിട്ട് കൊട്ടയിലൊക്കെ നിറച്ച് നിങ്ങൾക്ക് പറമ്പിൽ കൊണ്ടുപോയി കുഴി കൊണ്ട് കളയണം. നിങ്ങൾക്കിത് എടുത്തിട്ട് പൊങ്ങണില്ല, കാര്യം 5-10 കിലോ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഈ ചവറെല്ലാം മണ്ണെല്ലാം കൂട്ടിയിട്ട് ചെളി മണ്ണെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ കൊണ്ട് കുഴി കൊണ്ട് ഇടണം. നിങ്ങൾക്ക് എടുത്തിട്ട് പൊങ്ങണില്ല, നിങ്ങളെന്ത് ചെയ്യും? ആരെങ്കിലും വിളിക്കും, മകനെ വിളിക്കും, മകളെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, ഭാര്യനെ വിളിക്കും. എന്തിനാണ് വിളിക്കണത്? ഈ തളയുടെ ഈ കൊട്ടയുടെ തളയില്ലേ പിടി, അപ്പുറത്തെ പിടിയിലൊന്ന് പിടിച്ചോളാൻ പറയും. അതല്ലേ കറക്റ്റ്? അപ്പം നിങ്ങളുടെ ഭാരം ഷെയർ ആകുന്നു. ഇത് തന്നെയാണ് ഉടമ്പടി. എന്താ കാര്യം? നിങ്ങളുടെ ഭാരത്തിന് അപ്പുറത്ത് പിടിക്കാൻ ഒരാൾ, അതാളെ പിടിക്കുന്ന ആരാണ്? ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഭാരങ്ങളിലെ ദൈവത്തിനെ കക്ഷിയാക്കുന്ന നടപടിക്രമത്തിൻ്റെ പേരാണ് ഉടമ്പടി. ഇത് നമ്മൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംവിധാനമല്ല. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു സഹന സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വിഭാവന ചെയ്ത ഡിവൈൻ ഇൻ്റലക്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഉടമ്പടി. ദൈവബുദ്ധിയുടെ ഒരു ഫലമാണ് ഉടമ്പടി. അതുകൊണ്ട് ഇത് പക്കയാണ്. ഇത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ഏത് വിഷയത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ഏത് കാലത്തിൽ ഉപയോഗിക്കാം. കാര്യം ഉടമ്പടി കാലത്തിനൊപ്പം വളരുന്ന ദൈവബന്ധമാണ്. കൈയ്യട്ടെ, ശ്രദ്ധിക്കട്ടെ. നമുക്ക് 2 തരത്തിൽ ദൈവാനുഭവത്തെ സമീപിക്കാൻ പറ്റും. ഒന്ന് ജ്ഞാനമാർഗത്തിലൂടെയാണ് നമ്മൾ, പിന്നെ ഭക്തിമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്. അതെല്ലാം ഇന്ത്യൻ മാർഗങ്ങളാണ്. പണ്ട് പോലെ നമ്മുടെ ഋഷിവര്യന്മാരുണ്ടാക്കിയ മാർഗങ്ങളാണ്. ലോകത്തിലുള്ളതാണ്, ലോകത്തിൽ പണ്ട് പോലെ ഉള്ളത്. ഇവരിതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, ഋഷികളിതിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇന്നത്തെ ഒരു ജ്ഞാനമാർഗം അതാണ്. ഈശോ വരുമ്പോൾ ഈശോ എന്താ പറയണത്? ഈ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ എന്ന് പറയുന്ന ക്രിസ്തു ആരാണ്? ആരാധിക്കുന്നതിലാണ് ക്രിസ്തു വരണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:22. യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. പറഞ്ഞേ, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ലൂക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. ലൂക്ക 2:30. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന രക്ഷാമാർഗം എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം. അപ്പം ദൈവത്തിൻ്റെ വിഭാവനയിലുള്ളതാണ് ഫോർ ഓൾ മെൻ, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ജ്ഞാനമാർഗ ധ്യാനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി നമ്മൾ അറിവോടുകൂടി ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്. അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ, കൊച്ചി പോയ അച്ഛൻ വന്നത് എന്തിനാണ് പോയതെന്ന് വന്നപ്പോഴാണ് തിരക്കണത്. അയ്യോ എന്തിനാണ് എന്നെ കൊച്ചി പറഞ്ഞ് വിട്ടതെന്ന് മനസ്സിലായില്ലേ? അതുപോലെ ഉടമ്പടി എടുക്കുന്നവരുണ്ട്. അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ പത്രം കൊടുത്തു, ക്ലിയർ, ഓരോ പ്രശ്നമില്ല. അച്ഛൻ പറഞ്ഞ് രോഗികളെ കാണാൻ രോഗികളെ കണ്ട്. അച്ഛൻ പറഞ്ഞ് പൊതിച്ചോറ് കൊടുക്കുക, ഞാൻ പറഞ്ഞിട്ടില്ലേ. നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. ഇപ്പം നിങ്ങൾ തന്ന മുഴുവൻ വസ്ത്രങ്ങളും ഞങ്ങൾ കൊണ്ട് വയനാട്ടിൽ കൊടുത്തു. ഇനി കുറേ ഇരിപ്പുണ്ട്. കാര്യം അടിയന്തര സാഹചര്യങ്ങളിൽ ആളുടെ കയ്യിലും വസ്ത്രം ഉണ്ടാകത്തില്ല. നിങ്ങൾക്കറിയാവില്ല, ആളുടെ കയ്യിലുണ്ടാകത്തില്ല. അപ്പം നമ്മുടെ സമൂഹത്തിന് അത് നിങ്ങൾക്കറിയാവില്ല, എന്ത് ഒരു വിഷയം വരുമ്പോൾ വേദന അല്ലെങ്കിൽ ദുരന്തം, അത് മതവും ജാതിയും നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല, പ്രകൃതിയിൽ എപ്പോഴും ഇത് ഉണ്ടാവും.
കർത്താവ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ആ ലോകത്ത് നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. കർത്താവ് ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുരന്തത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യണില്ല. കർത്താവ് പറഞ്ഞു ശിലോഹയിലെ കുളം, ശിലോഹയിലെ ഗോപുരം ഇടിഞ്ഞ് വീണ്, ഉയർന്നു നിൽക്കണൊക്കെ ഇടിഞ്ഞ് വീഴുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉയർന്നു നിൽക്കണ എന്ത് ഉയർന്നു നിന്നാലും അത് എപ്പോഴെങ്കിലും നാളെ ഇടിഞ്ഞ് വീഴും. മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവും ശാസ്ത്രമൊക്കെ വളരണ അനുസരിച്ച് ദൈവം എന്തിനാണ് ഈ ശാസ്ത്രത്തെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പം മദ്രാസ് നഗരം മുഴുവനും ഒരു മഴ പെയ്താൽ മതി, അപ്പം തന്നെ വെള്ളം നിൽക്കും, കഴുത്തപ്പം വെള്ളം നിൽക്കും. ബ്രിട്ടീഷുകാർ ഭരിക്കണ കാലത്ത് മദ്രാസ് നഗരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കിയിട്ടുണ്ട് അവർ. അവിടെ അന്ന് പുഴയായിട്ട് വെള്ളം ഒഴുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഫ്ലാറ്റ് പണിത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത് മദ്രാസിൽ. ഇപ്പം അവർ സ്ഥലത്തിൻ്റെ വിലയെല്ലാം കുറഞ്ഞു, എല്ലാം. അപ്പം മനുഷ്യന് ബുദ്ധിയും ബോധമൊക്കെ തരുമ്പോൾ അതനുസരിച്ചിട്ട് നിലവിലുള്ള ഗവൺമെൻറ്റുകൾ അവരെ പൗരന്മാരെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ സംരക്ഷിക്കാൻ ആർക്കാണ് ബാധ്യത? ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ്റിനാണ് ബാധ്യത, ഫസ്റ്റ് ബാധ്യത. അതിനുശേഷം മാത്രമേ സാമുദായിക സാമൂഹ്യ മതപരമായ സംഘടനകൾക്കുള്ള ഫസ്റ്റ് ബാധ്യത ഗവൺമെൻറ്റിനാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വ്യക്തമായിട്ട് സുരക്ഷിതമായിട്ടും കേരളത്തിൽ ജീവിക്കാൻ പറ്റിയ വസിപ്പിടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ കൈയുയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ വ്യാപിച്ചു വസിക്കുവാൻ നിങ്ങൾക്ക് വാസഭൂമി നൽകിയതിന് നന്ദി പറയുന്നു. യേശുവേ ബന്ധപ്പെടുത്തി ജീവിക്കുവാൻ അഭിഷേകം ചെയ്ത് നിർത്തണമേ. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. ലൂക്കാ 13:4 ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 13:4 സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ്. പറഞ്ഞേ, സിലോഹായിലെ ഗോപുരം, സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അപ്പൊ ഈശോ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ദുരന്തം, മാൻമെയ്ഡ് കലാമിറ്റി ഉണ്ടാകുമ്പോൾ ആ കലാമിറ്റിയെ സമീപിക്കുന്നത് നിത്യതയുമായിട്ട് കണക്ട് ചെയ്താണ്. എന്താ കാര്യം? ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പശ്ചാത്തപിക്കണം. ആ ദുരന്തം നമ്മൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ അനുതപിക്കണം. അനുതാപവും സംരക്ഷണവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ബൈബിളിൻ്റെ ഒരു ബയോളജി വർക്ക് ചെയ്യണത് നമ്മുടെ അനുതാപം. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം. ഒന്ന് തിരക്ക് നോക്കി എത്ര പേര് കുമ്പസാരിച്ചിട്ടുണ്ടെന്ന്. കാത്തലിക്സിനാണ് അത് ബാധകമായിട്ടുള്ളത്, അത് കൗദാശിയത് കൊണ്ട്. നിങ്ങൾ തിരക്ക് നോക്കി എത്ര പേര് കുമ്പസാരിച്ചിട്ടുണ്ടെന്ന്. ഉടമ്പടി എടുത്തിട്ട് പോലും കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ എന്തൊരു കാണ്ടാമൃഗമായിരിക്കും ആ അവതാരം. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ഉടമ്പടി എടുത്തിട്ട് പോലും, ഉടമ്പടി ഇവിടെ 2 ആഴ്ചയിൽ കുമ്പസാരിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുകയാണ്. നിങ്ങളോട് ഞാനത് എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയാവോ? അതായത് നമ്മുടെ വിശുദ്ധിയും ദൈവസംരക്ഷണവും തമ്മിൽ ഇൻ്റർകണക്റ്റഡാണ്. ദൈവത്തിന് നമ്മൾ ഒരു റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ്? ദൈവത്തിന് റീച്ച് കിട്ടാൻ പറ്റിയ രീതിയിൽ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യണം. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഒരു പോലീസുകാരൻ നിന്ന് ക്ലാസ് എടുക്കണം കണ്ടിട്ടില്ലേ? മുങ്ങിത്താഴാൻ പോകുന്നവനെ നിങ്ങളെ പിടിക്കരുത്, ഭക്ഷണം ഇല്ലാതെ നമുക്ക് 30 ദിവസം താമസിക്കാം, പ്രാണവായു ഇല്ലാതെ 3 മിനിറ്റ് താമസിക്കാൻ പറ്റത്തില്ല. മുങ്ങിച്ചാകാൻ പോകുന്നവർ നിങ്ങൾ പിടിക്കാൻ പോയാൽ അവൻ കയറി നിങ്ങളെ പിടിക്കും, തണ്ടും ചാകും. അപ്പോൾ ഇങ്ങനെ ഓരോരോ തരം ക്ലാസ്സുകൾ മനുഷ്യരാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇപ്പോൾ മുങ്ങി ചാകാൻ പോകുന്നവരാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ചില പ്രത്യേകമായ
മുങ്ങൽ മാർഗങ്ങളും അവരെ പിടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾക്ക് ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സേഫ് കോർണർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? വിശുദ്ധിയിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യണത്. മനസ്സിലായില്ലേ? വിശുദ്ധിയും പ്രൊട്ടക്ഷൻ, സംരക്ഷണവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം ഞാൻ നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതുപോലെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുണ്ട്. അവരുടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. മനസാക്ഷി നിങ്ങൾക്ക് വേദ പുസ്തകം വെളിപാടായിട്ട് തന്നിട്ടില്ലാത്തോളം കാലം, നിങ്ങളത് അംഗീകരിക്കാത്തോളം കാലം, അംഗീകരിക്കേണ്ടത് എന്താണ്? ദൈവം മനുഷ്യരാശി കൊടുത്തിരിക്കുന്ന സത്യമായ മനസാക്ഷി തന്നെയാണ്. അതിൻ്റെ അകത്ത് കൊല്ലരുതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വ്യഭിചാരം ചേരുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണിത്. അപ്പം ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അത് പൗലോസപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ പറയണത് പാപത്തിനെക്കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ബൈബിൾ പഠിക്കാത്തവർക്കും അറിയാവുന്നതാണ് പറയണത്. എല്ലാവർക്കും അറിയാം. അതാണ് മനസാക്ഷി എന്ന് പറയണത്. ഗലാത്യർ 5:19 ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞ കണ്ട കേട്ടില്ലേ? എന്താണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ? ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത. ആഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുപത്രമാണ്, കൈ നോക്കൽ, ഇങ്ങനെ പരിപാടിയൊക്കെയാണ് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. മധുരോത്സവത്തിൻ്റെ അകത്ത് എല്ലാ സംഭവം ഉണ്ട്. ഹോമോസെക്സ്വാലിറ്റി ഉണ്ട്, ലെസ്ബിയനിസം ഉണ്ട്, സ്വവർഗരതിയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട് ഇതിനകത്ത്. ബൈബിൾ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പറയണത്. കൽപ്പന തന്നാലും തന്നില്ലേലും നിങ്ങളാരും ഇതറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും അതിനകത്ത് ഒഴിവ് കഴിവില്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത്. പിടിയിടുക. വാട്ട് ഈസ് പീസ്? എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക. അതിനെന്ത് ചെയ്യണം? എല്ലാവരോടുമാണ്, ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്ത് ചെയ്യണം? സമാധാനത്തിൽ വർത്തിക്കണം. അപ്പോൾ സമാധാനത്തിൽ വർത്തിക്കണത്, വർത്തിക്കണത് അതാണ്, അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം അതല്ല. സമാധാനത്തിൽ വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി, അവിടെയാണ് എൻ്റെ പോയിന്റ് വരണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 12:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 12:14 ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. ബൈബിള് ഇത് റോമ 12 വേണ്ടത്. 12:18 എന്താ പറഞ്ഞത്? കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക. എന്തിനാണ് സമാധാനത്തോടെ വർദ്ധിക്കണത്? അതാണ് വീണ്ടും ഹെബ്രായർ വരുമ്പോൾ 12:14 പറയും. എന്താണ്? സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ, സമാധാനത്തോടെ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. അപ്പം സമാധാനത്തെ പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധിയാണ്. ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതായത് മൂന്നാമത്തെ പ്രാവശ്യമോ രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത്. മറിച്ച് എന്താണ്? ആ കോളങ്ങൾ, പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം.
അല്ലാതെ ഞാൻ ഉടമ്പടി പുതുക്കുകയാണ്, പത്രം മേടിച്ച് ഉടമ്പടി പുതുക്കിത്താ. ഞങ്ങൾക്ക് PR ഇപ്പം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് മരുമകൾ പറയണ്ടെന്ന് ആ പരിപാടി. അതിനാണ് ഉടമ്പടി പുതുക്കിയിരിക്കേണ്ടത്. പണ്ടാരം നിങ്ങളെ കാര്യങ്ങൾ മറിഞ്ഞെങ്കിൽ ഈ മരമറിയാതൊന്നും കൊടിയിടരുത് കേട്ടോ. ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ്. ദൈവത്തിൻ്റെ ഞാൻ നിങ്ങൾ പറഞ്ഞത് പോസ്റ്റർ ഓഫ് ഗോഡ് മസ്റ്റ് ബി ഗ്യാരണ്ടീഡ്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണ്, ഒരു പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശം, ഭൗമാകർഷണം, പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട്, ജോലി, കല്യാണം, വിവാഹം, മക്കൾ, ഭൗമാകർഷണമാണ്. ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അതുമാത്രം ഉണ്ടാകത്തുള്ളൂ. അതാണ് പ്രശ്നം. 6 കാര്യം എഴുതിയാൽ പിന്നെ വണ്ടി എഴുതും, ദൈവമേ അത് പറന്നു പോയല്ല. 6 കാര്യം അവർ എഴുതിയേ, പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ. എൻ്റെ മക്കളെ, നിങ്ങൾ എഴുതിയ കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത്. അല്ല, ദൈവം ചെയ്യണത് അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്ക് മേലെ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ എൻ്റെ പെൺമക്കളെ. അതായത് ഇപ്പം നിങ്ങൾ 6 കാര്യം എഴുതി, പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ പിന്നെ ദൈവമേ ഇനി പുതുക്കണമെങ്കിൽ 90 ദിവസം കഴിയണം. അത് 90 ദിവസം കഴിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇനി 6 കാര്യം തീർന്നില്ല, വേറെയും കുറേ കാര്യം ആലോചിച്ച് എഴുതിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ അനിയത്തിനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ട് നിങ്ങളുടെ കാര്യം അവളെ കൊണ്ട് എഴുതിപ്പിക്കാതിരിക്കണം. നിങ്ങൾ എന്തൊരു ശവമാണെന്ന് അറിയാൻ. നിങ്ങളുടെ 6 കാര്യം തീർന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ല, പിന്നെ കാര്യം കിടക്കുകയാണ്. അത് കാരണം ഇനി അനിയത്തിനെ മകളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവളെ ചാട്ടക്കയറ്റി ഉടമ്പടി എടുപ്പിക്കും. എന്തിനാണ്? അവൾക്ക് ആധ്യാത്മികമായ പ്രേക്ഷിത പ്രവർത്തനം എന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതല്ല, അവളുടെ ഉടമ്പടിയിൽ ഇവളുടെ കാര്യം എഴുതി ചേർക്കാൻ വേണ്ടിയാണ്. എന്തൊരു പണ്ടാരം ഇത്! ഭൗമാകർഷണമാണ് മുഴുവനും. പൊങ്ങത്തില്ല, പറയാർത്ഥം മുള്ളോട്ട് പോകത്തില്ല. ദൈവാകർഷണത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ വേണം. ദൈവത്തിന് എന്താണ് പ്രയോജനം? അതാണ് വിഷയം. നിങ്ങളുടെ ഓരോ ഉടമ്പടി കണ്ടൻറ്റിൽ എഴുതുമ്പോൾ, ഇൻറ്റൻഷൻ എഴുതുമ്പോൾ, നിയോഗം എഴുതുമ്പോൾ, ഇതിന് ദൈവത്തിന് എന്താ പ്രയോജനമെന്നുള്ള ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് ലാഭം എടുത്ത് മാറ്റി വയ്ക്കും. ഈ കച്ചവടത്തിൽ, ഈ വിനിമയത്തിൽ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എടുത്ത് മാറ്റി വെച്ചേക്കണം. എന്നാൽ പിന്നെ ഈ സാധനം പെട്ടെന്ന് പൊങ്ങും. മനസ്സിലായില്ലേ? ഉടമ്പടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ആധ്യാത്മികമായ ഒരു ജ്ഞാനസൂത്രമാണ്. ഈ ജ്ഞാനസൂത്രത്തിൽ ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ പ്ലേസ് ചെയ്യാൻ. നമ്മൾ ബൈബിൾ വായിക്കണമെന്ന് പറയണതും ബൈബിൾ പ്രഭാഷണം കേൾക്കണതിൻ്റെ ഉദ്ദേശം എന്താണ്? ലൈഫിൻ്റെ അനുഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും. നല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൃപയുടെ ഇൻകമുണ്ട്, അതുപോലെ തന്നെ മോശ അനുഭവങ്ങളിൽ നിന്ന് ഇൻകമുണ്ട്. മോശ അനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത്, കൃപയുടെ വരവുള്ളത്. കാര്യം എന്താ? ദൈവത്തിൻ്റെ സമൃദ്ധിയല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും നമുക്ക് നമ്മളെടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണ പോലെ ഇരിക്കും. നമ്മളെടുക്കുന്ന എല്ലാ വിഷയവും ക്രിസ്തുവാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ ക്ലേശങ്ങളെയും കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരേ സമയം തന്നെ ഈ കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചാണ് ശക്തി സാന്നിധ്യമായിട്ട് അവതരിക്കണത്. ഉടമ്പടിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ട്, അറിയാമല്ലോ. നിങ്ങൾക്ക് കൃപ വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് ഈ ശക്തി, ദൈവത്തിൻ്റെ കൃപ. ഇപ്പോൾ 1 കൊറിന്ത്യസ് 12:9 എന്താണ്? ദൈവത്തിൻ്റെ ശക്തി ആണ് കൃപയെന്ന് അവിടെ പറയുന്നുണ്ട്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9. 2 കൊരിന്ത്യസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഒന്ന് പറഞ്ഞേ. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ കുരിശ് ക്ലേശങ്ങളിലാണ് കംപ്ലീറ്റ് ആയിട്ട് ശക്തി പ്രകടമാകണത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖാനുഭവങ്ങളിലാണ് കൃപയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത്, സന്തോഷാനുഭവങ്ങളല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഞാൻ ശക്തനായിരിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്തോസ് 12:10. 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ക്രിസ്തുവ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത്യാഹിതം, ഉരുളപൊട്ടലായാലും ശരി, വേറെ എന്ത് അത്യാഹിതമായാലും ശരി, അതിനെല്ലാം ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബൈബിൾ നിങ്ങളുടെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും എല്ലാം അഡ്രസ്സ് ചെയ്യും. എന്നിട്ട് പറയും ഈ സംഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ബലപ്പെടാൻ പറ്റും. അവശേഷിക്കുന്നവൻ്റെ ബലമാണ് വിഷയം. അത് ബലമെന്ന് പറയണത് നമ്മുടെ ബോൺവിറ്റായ ബൂസ്റ്റർ കഴിച്ചുള്ള ബലമല്ല, നിത്യത വരെ നിലനിൽക്കുന്ന ബലമാണ്. കൈയടിക്കട്ടെ. ആ ദുരിതങ്ങളും ദുരിത സാഹചര്യങ്ങളും 16:23 അനുസരിച്ച് കൊണ്ട് യോഹന്നാൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. ഇവിടെ സമാധാനം മനുഷ്യൻ കണ്ടെത്തേണ്ട ആരെല്ലാണ്? ക്രിസ്തുവിലെ. എന്താ കാര്യം? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. പറഞ്ഞേ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും. ഇപ്പൊ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് എങ്കിലും ധൈര്യമായിരിക്കാൻ പറയുമ്പോൾ ആ ധൈര്യം ആരിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ക്രിസ്തുവിൽ. കൈയ്യടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 16:33 ഇപ്പൊ പറയണത്. എന്താ പറയണത്? എന്നിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നേരത്തെ പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവൻ. ആ ധൈര്യം ആരിലാണ് ആയിരിക്കേണ്ടത്? ക്രിസ്തുവിലാണ്. എന്താ കാര്യം? നമ്മൾ തോട് കാണുമ്പോൾ നമ്മൾ വിറച്ച് തല്ലി അവിടെ നിൽക്കും. ദൈവം മുങ്ങുക, കഴുത്ത മുങ്ങുക, ഒഴുകി പോകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ കയ്യെ പിടിക്കണത്. ആരാണത്? അവൻ കടൽ ചാടിയവനാണ്. നമ്മുടെ മുമ്പേ പിടി. തോട് ചാടാൻ വേണ്ടി നിൽക്കണം, നമ്മുടെ മുമ്പേ കയ്യെ പിടിക്കുന്ന ആരാണ്? കടൽ ചാടിയവനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ധൈര്യം കിട്ടും. അതാണ് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാനിരിക്കുക തിബേരിയസ് കടലിൻ്റെ തീരത്ത് കർത്താവ് അപ്പോസ്തലന്മാർക്ക് അപ്പം ചുട്ട് കൊടുത്ത കടപ്പുറത്ത് പോയി വെറുതെ ഇരുന്ന്. കർത്താവ് ഇരുന്ന സ്ഥലമല്ലേ. അപ്പം തിബേരിയസ് കടലിൻ്റെ തീരത്ത് കർത്താവ് അപ്പം കനലിൽ വെച്ചു, മീനെ കനലിൽ വെച്ച് ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ട് വെളുപ്പയും കാലത്ത്. അപ്പോൾ അവിടെ പോയി വെറുതെ ഇരുന്ന്. കാരണം അപ്പം ഞാനിരുന്നത് പക്ഷെ വൈകുന്നേരമാണ്, ഇരുന്നത് ശരിക്കും വെളുപ്പാൻ കാലത്താണ്. അപ്പം ഞാൻ ഗലീല കടലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ 10 ദിവസം എവിടെ വെച്ചായിരിക്കും ചാടിയിരിക്കണത്. കർത്താവിനെ കണ്ടപ്പോഴേ തുണി കളഞ്ഞ് ഇല്ലാതിരുന്ന അവൻ തുണി ഉടുത്തോണ്ട് വെള്ളത്തിലോട്ട് ചാടിയെന്ന് പറഞ്ഞില്ലേ? ചാടിയിട്ടാണല്ല അവൻ നീന്തി പിന്നെ കരകയറി നടന്നു വരുന്നത്. കർത്താവിനെ കണ്ടപ്പോൾ അവൻ ചാടിയില്ലേ? ഇപ്പം കർത്താവിനെ മറുകരെ കാണുമ്പോൾ ചാടണമെങ്കിലേ അവന് ഒരു ധൈര്യം എങ്ങനെ കിട്ടിയത്? പണ്ടിതുപോലെ പുള്ളിക്കാരൻ കടലിന് മീതെ നടന്നില്ലേ? അപ്പോഴേ കാറ്റ് പിടിച്ചില്ലേ? അപ്പോഴേ അവൻ മുങ്ങിപ്പോയില്ലേ? അപ്പോഴവനെ പിടിച്ചില്ലേ? ആ പിടിച്ച ആൾ തന്നെയാണല്ലോ കരക്ക് നിൽക്കണത്. അപ്പം ഞാനിവിടെ മുങ്ങിപ്പോകത്തില്ല. ഞാൻ മുങ്ങിപ്പോയാലും അവൻ നടന്നു വന്ന് എന്നെ പിടിക്കും. ക്രിസ്തുവിലുള്ള ആ പഴയ അനുഭവങ്ങളാണ് അവനെ കടലിലേക്ക് ചാടാൻ 10 ദിവസം സഹായിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ആ കടൽ നമ്മുടെ കടൽ പോലെയല്ല, ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ്. ആഴമുണ്ട് ശരിക്കും. ഒരു 30 മീറ്റർ അകലെയാണെന്ന് പറഞ്ഞാലും ഒരു 4 ആൾ താഴ്ച 5 ആൾ താഴ്ച ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവൻ ഇരുട്ടത്ത് ചാടണത്. അപ്പം പഴയ ഒരു അനുഭവം. എൻ്റെ മക്കളെപ്പോഴും ഓർക്കേണ്ടത് പഴയ അനുഭവങ്ങൾ എപ്പോഴും നോക്കണം. എന്തെങ്കിലും ക്ലേശം വരുമ്പോൾ
പണ്ട് ദൈവം നിങ്ങളെ ഓൾറെഡി സ്ഥലം മുകളിൽ നിന്ന് ഇപ്പം നൂലെക്കെട്ടി ഇറക്കിയ ആളല്ലല്ലോ. പണ്ട് ഇതുവരെ ജീവിച്ച് വരണമെങ്കിൽ എന്തുമാത്രം കണ്ണീരിൻ്റെ പുഴ നമ്മൾ നീന്തി കടന്ന് കാണും ഇല്ലേ? അപ്പം അത് ഓർക്കണം, അന്നെല്ലാം നിന്നെ രക്ഷിച്ച ദൈവം തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സമാധാനമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് അല്ലേ? റോമ 12:18 നിന്ന് പോകുന്നതാണല്ലോ നമ്മളെ. എന്താ പറഞ്ഞിരിക്കണത്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തെ വർദ്ധിക്കുവാൻ. ആ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? സമാധാനത്തോടെ വർദ്ധിച്ചുകൊണ്ട് അല്ലേ? ഹെബ്രായർ 12:14 എന്താ പറയണത്? സമാധാനത്തോടെ വർദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. അവിടുത്തെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാത്ത അവസ്ഥയല്ല, കൃപയായ യേശുവിൻ്റെ ആളായ്മ തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി പരിശ്രമിക്കുന്നെന്നാണ് പറയണത്. സമാധാനം അതാണ് പറയണത്. നിങ്ങൾ എന്നിൽ സമാധാനം എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ജീസസ് പറ്റത്തില്ലെന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിലാണത് കണ്ടെത്തേണ്ടതെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിന്നെ എന്നിൽ സമാധാനം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പറഞ്ഞ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. അപ്പം നിങ്ങളോട് ഞാൻ ഇത് മാത്രമല്ല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, കർത്താവ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ ദൈവവചനവും എന്തിനാണ്? നമ്മൾ ക്രിസ്തുവിൽ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? സമാധാനം കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? കൃപ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? ധൈര്യം കണ്ടെത്തണം. അല്ല, നിലനിൽപ്പിൻ്റെ എല്ലാ വരങ്ങളും കണ്ടെത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ അവസാന വാക്ക് ആൽഫയും ഒമേഗയുമാണ്. നിന്റെ കർത്താവ് കൈയടിക്കട്ടെ. നമ്മുടെ പരസ്പരമുള്ള ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടും മുൻനിർത്തിക്കൊണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങളെ നിങ്ങളെ പുനഃക്രമീകരിക്കുന്നത് സുവിശേഷ വിഹിതമായ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് തുല്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത രീതിയുടെ ഓരോ കാര്യങ്ങളിലും ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം? ക്രിസ്തുവായിരിക്കണം എല്ലാ വിഷയങ്ങളുടെ മേലും. അപ്പോൾ നമ്മൾ ആകുന്നിടത്തോളം എല്ലാവരും സമാധാനം വർദ്ധിക്കണേ. എന്താണ്? വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. അപ്പോൾ വിശുദ്ധിയുടെ സാകല്യമായിട്ടാണ് ക്രിസ്തു വരണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വ്യാപാരങ്ങളും നിങ്ങൾ ആത്മശോധന ചെയ്യണം. കാരണം അതിനെതിരായിട്ടുള്ള ക്രോധം അതുപോലെ തന്നെ മോഹം, അതിനെതിരായുള്ള വൈരാഗ്യം, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇങ്ങനെ ലൗകിക ആയിട്ടുള്ള എല്ലാവിധ ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ചൈതന്യങ്ങളെ പതുക്കെ നമ്മൾ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപവാസം വെച്ചിരിക്കുന്നത്. ഉടമ്പടി ഉപവാസം ഇല്ലേ? അപ്പോൾ ഉടമ്പടി ഉപവാസം ആരും തെറ്റിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അത് ആയാലും ഉപവാസം തന്നെയാണ്. അപ്പം അത് എന്തിനാണ്? സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ, അതായത് കൃപയിലേക്കുള്ള യാത്ര, ക്രിസ്തുവിൻ്റെക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അതല്ല, നമ്മൾ ഒരു മനുഷ്യൻ ഇഹത്തിലും പരത്തിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കൃപയെന്ന ആത്മീയ ബലം കൊണ്ടാണ്. ആ ബലത്തെ സമൃദ്ധിയാകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ്, ആത്മീയ ക്രമീകരണങ്ങളാണ് ഉടമ്പടി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ള ഉപവി പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാം ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ 6 കാര്യമെന്നും പറഞ്ഞ് നിങ്ങൾ കണ്ണാക്കിടേണ്ട കാര്യമില്ല. ദൈവത്തിന് 600 കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ നിങ്ങൾ നടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സാബു എന്നും പറഞ്ഞൊരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര കടവാണ്. ഉടമ്പടി എടുക്കണ മുമ്പ് അവന് ചെറിയൊരു പന്നി വളർത്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പന്നി വളർത്തുന്ന ആൾക്കാർ എന്തിനാണ് വളർത്തുന്നത്? ആൾക്കാർ പന്നി ഒരു 3 മാസം കൂടുമ്പോൾ പ്രസവിക്കും, കുറേ കുഞ്ഞുങ്ങളെ കിട്ടും, വിൽക്കാൻ പറ്റും, അപ്പോൾ കുറച്ച് ലാഭം കിട്ടും. പക്ഷേ ഈ പുള്ളിക്കാരൻ ഗതി പിടിക്കണില്ല, പന്നി വളർത്തിയിട്ട് പോലും ഗതി പിടിക്കണില്ല. അപ്പോഴൊന്ന് ഉടമ്പടി എടുത്തപ്പോൾ പുള്ളിക്ക് തോന്നി, ഏതായാലും എനിക്കറിയാവുന്നൊരു പണി ഇതാണ്.
ആ പണി പുള്ളി ചെയ്തപ്പോഴും ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ ദൈവം ആശീർവദിച്ചു. ആശീർവദിച്ചപ്പോൾ സാബ് പറയണത്, ഞാൻ പന്നി വളർത്തി നല്ല പരിചയമുള്ള ആളാണ്, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോണ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ 3 മാസം 21 ദിവസമാണ് പന്നി പ്രസവിക്കണത്. എൻ്റെ പന്നി ഇപ്പം 3 മാസം തികയുന്ന മുമ്പ് തന്നെ പ്രസവിക്കാൻ തുടങ്ങിയെന്ന്. എനിക്ക് അർത്ഥം മനസ്സിലായില്ല എൻ്റെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം കൂട്ടാൻ വേണ്ടി ദൈവം പ്രത്യേകമായ അതിൻ്റെ ജനുസ് തന്നെ മാറ്റിക്കളയുകയാണ്. ആ പന്നിയുടെ ജനുസില്ല, അത് മാറ്റിയിട്ട് പറയുകയാണ് 20 കുഞ്ഞിന് പകരം 40 കുഞ്ഞിനാണ് ഈ സാധനം പ്രസവിക്കണമെന്ന്. സമയം കുറച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടി കൊടുത്തു. ദൈവത്തിന് എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ? ദൈവത്തിന് നിങ്ങളുടെ ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് എണ്ണി പിടിക്കരുത്. നിങ്ങളുടെ നിലനിൽപ്പ് തറയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങളെ നിലനിർത്താൻ പറ്റും. ആ സാബു ഒരു ദിവസം ഇവിടെ വന്ന് ഭയങ്കര സങ്കടം. എന്താ കാര്യം? വലിയ ശനിയാഴ്ച പുള്ളി വന്നത്, ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതേ. ആളെ കരകയറി വന്നപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് പുള്ളി വന്നപ്പോൾ വലിയ ശനിയാഴ്ചയായിപ്പോയി. വലിയ ശനിയാഴ്ചയായപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ല. അത് പുള്ളി ധ്യാനം കൂടിയിട്ടില്ലെന്നോ, ധ്യാനം കൂടി ആ പ്രാവശ്യത്തെ ധ്യാനം കൂടില്ലെന്ന് തോന്നുന്നത്. വലിയ ശനിയാഴ്ച ഇവിടെ വന്നപ്പോൾ കൃപാസനം പൂട്ടിക്കാനല്ല, ആൾക്കാർ കയറി മൗനമായി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ശുശ്രൂഷ ഒന്നും ഇല്ല. അപ്പോൾ ഭയങ്കര സങ്കടമായി. അമ്മയെ കാണാൻ വന്നിട്ട് കാണാതെ പോകേണ്ട അവസ്ഥ വന്നില്ല എന്ന് പറഞ്ഞില്ല, സങ്കടപ്പെട്ടില്ല. പെട്ടെന്ന് ഒരു മുല്ലപ്പൂ മണം ഇങ്ങനെ കയറി ചുഴന്ന് നിന്ന്. നമ്മൾ പറയണതെല്ലാം ഇങ്ങനെ മുഴുവനും ഈ ഭിത്തിക്ക് മുഴുവൻ മാതാവിൻ്റെ ചെവി വെച്ചിരിക്കുക. നിൻ്റെ ദീർഘനിശ്വാസം വരെ ഇങ്ങനെ സക്ക് ചെയ്ത് പിടിക്കും. എന്നിട്ട് നേരെ നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിന്നോട് സംസാരിക്കും. എനിക്ക് മനസ്സിലായിരിക്കണത് ഈ പ്രസൻസാണ് ഉടമ്പടിയുടെ ഏറ്റവും വലുത്. വെച്ചാൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട്, കല്യാണം, PR, പെൻഷൻ എന്നും പറഞ്ഞ് കാറിക്കൂപ്പി നടക്കാതെ പ്രസൻസിന് വേണ്ടി ഒന്ന് മാറ്റിപ്പിടിക്കണം നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ നിൻ്റെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ അമ്മേ പരിശുദ്ധമ്മേ, എന്റെ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യവും അനുഭവിക്കുവാൻ എന്നെ സാക്ഷിയാക്കണമേ. അങ്ങനെ സാന്നിധ്യത്തിന്റെ സാക്ഷിയാക്കി എന്നെ വളർത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് അതായത് നിങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്. ഇപ്പം നമ്മൾ മോളുടെ ജോസ്മിയുടെ കാര്യം പറഞ്ഞില്ലേ, ജോസ്മി ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് ജോസ്മിയുടെ ഒരു കിഡ്നി മുറിച്ച് കളഞ്ഞു ഇല്ലേ? പിന്നെ എന്താ ഡോക്ടർ പറഞ്ഞത്? മൂത്രസഞ്ചിയിൽ കുടലരിഞ്ഞിട്ട് മൂത്രസഞ്ചി വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് ലാസ്റ്റ് മൂമെൻ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ജോസ്മിക്ക് എന്താ സംഭവിച്ചത്? അവിടെ സാന്നിധ്യമാവുന്നത്. അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചീട്ട് മേടിച്ച് അൾത്താരെ വന്ന് എൻ്റെ ഈ ചീട്ട് തന്ന് ഞാൻ ചീട്ട് കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കൊടുത്ത് തിരിച്ചു വന്ന് ഇവളുടെ തലയെ കൈവച്ചപ്പോൾ അവൾ പറയുന്നത് കറണ്ട് അടിക്കണ പോലെ ശക്തിയില്ലേ കടിച്ചെന്നാണ്. അതെന്ന് പറയണത് നമ്മൾക്കറിയാം, ഇത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ജോസ്മിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം, ഒന്നുകൂടി കേൾക്കണം എല്ലായിരിക്കും. അവളുടെ ബ്ലാഡർ ശരിയായി, അവിടെ കിഡ്നി ശരിയായി, അവിടെ വയറുവേദന മാറി, എല്ലാം. ഇപ്പോൾ ദൈവത്തിനൊരു സെക്കൻഡ് മതി. നിങ്ങൾ ഓരോ പത്രം കൊടുത്താൽ ശരിയാവുക, ദൈവം തരുക. അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ നമ്മൾ തിരിച്ചെന്ത് വാങ്ങിക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കണ പോലെയാണ്. നിങ്ങൾ ഇങ്ങനെ കുറേ വാദപ്പനിക്കാരുണ്ട് ഉടമ്പടി എടുത്തിരിക്കണേ. ഇങ്ങനെ എന്താ വാദപ്പനിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവായിട്ട് അവർ വാദപ്പനി, അവരുടെ ആത്മാവത്തിൽ ദൈവത്തോട് ഇങ്ങനെ ബാർഗൈൻ ചെയ്ത് അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ലക്ഷ്യം വെക്കേണ്ടത്. ദൈവ സാന്നിധ്യം വന്നാൽ എല്ലാ വിഷയങ്ങൾക്കും തീർപ്പാകും. അതിന് ഞാൻ ആദ്യം പറഞ്ഞാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഈ ഭൗമാകർഷണവും ദൈവാകർഷണവും ഉണ്ടാകും സബ്ജക്റ്റിന്. ദൈവാകർഷണമുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം കൂട്ടണം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പോർഷൻ ഉറപ്പ് വരുത്തുക. ഇപ്പം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ നീ പറയണം, ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രീതികരമായ കുഞ്ഞായിട്ട് ഞാൻ വളർത്തും. ഈ കുഞ്ഞു വഴി ഞാൻ മുമ്പത്തേക്കാൾ നല്ല സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും. എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ മിണ്ടണില്ല, നാത്തുമാരോട് മിണ്ടണില്ല, ഭർത്താവുമായിട്ടും മിണ്ടണില്ല, അപ്പോൾ വല്ല വഴക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ചിലരെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ചെളി കുറുകിയിരിക്കണ ചെളിയിൽ സൂര്യൻ അടിക്കണ പോലെ ഇരിക്കും. നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ റിസപ്റ്റിവിറ്റിയിൽ നിങ്ങളൊരു മെഴുകാകനാണ് നിങ്ങൾക്ക് നല്ലത്. കർത്താവിനറിയണം മെഴുക എങ്ങനെയാണ്. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ വെയിലടിച്ച് കഴിഞ്ഞാൽ അത് ഉരുകും. ചെളിയാണെങ്കിൽ കട്ടിപിടിക്കും. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ പിന്നെ കുഞ്ഞിനെ ഭർത്താവിനെ കൊണ്ട് പോലും എടുപ്പിക്കത്തില്ല, അമ്മനെ കൊണ്ട് എടുപ്പിക്കത്തില്ല, അതിൻ്റെ പേരിൽ പള്ളിയിൽ പോകത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കത്തില്ല. കുടുംബ പ്രാർത്ഥന ഇരിക്കണ സമയത്തായിരിക്കും നിങ്ങൾ കൊച്ചിന് പാല് കൊടുക്കണത്. പലർക്കും വല്ലതും പറയാൻ പറ്റുമോ? കൊച്ചിന് പാല് കൊടുക്കേണ്ടതല്ലേ? ഇവളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പണ്ടാരെ ഇരിക്കുകയാണ്, കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു 6 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വായിട്ട് നോക്കി ഇങ്ങനെ ചത്തരുടെ വീട്ടിൽ മരിച്ചെടുക്കണ പോലെ ഇങ്ങനെ രൂപത്തിൽ നോക്കിയിരിക്കും. എന്നിട്ട് ഇവിടെ ന്യൂട്രായിട്ട് കുഞ്ഞിനിട്ടൊരു കള്ള് വെച്ച് കൊടുക്കും. അപ്പോൾ കുഞ്ഞിക്ക് എനിക്ക് അതൊക്കെ അല്ലേ. അപ്പോൾ ഉടനെ ഇവിടെ 2 കൊട്ടും കൊട്ടിയിട്ട് കൊച്ചിനെ എടുത്തൊരു പാൽ കൊടുക്കാൻ പോയി. ഇവർക്ക് അവിടെ നിന്ന് സ്കൾക്ക് ചെയ്യണം. ഇവൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ പേരിൽ കുഞ്ഞിനെ കിള്ളി നിലവിളിപ്പിച്ചിട്ട്, അതായത് ഞാനൊരു 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയായാലും ഒരു 10,000 പിശാചുക്കളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള തരവഴിത്തരങ്ങൾ കയ്യിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പിശാച് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഒരു 5 പ്രാവശ്യം കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഗർഭിണികളാണ് അപകടാവസ്ഥ നിൽക്കുന്നത്. നിങ്ങൾ ഈ കൊച്ചിൻ്റെ പേരിൽ കർത്താവിനായിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗർഭിണിയുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് സംവരണമാണ്. ഗർഭിണികൾക്ക് സംവരണമാണല്ല. അവർക്കൊന്നും വീട്ടിൽ ജോലി ചെയ്യേണ്ട, അവർക്ക് പള്ളിയിൽ പോകേണ്ട, കുടുംബ പ്രാർത്ഥന കൂടേണ്ട, മൊത്തം സംവരണമാണ്. 90% സംവരണം. നീ എളിതരവുള്ളിടത്ത് വാദം കൊച്ചാൻ വേണ്ടി സംവരണം കൊണ്ട് ദൈവത്തിനായിട്ട് പണി കൊടുത്താൽ തിരിച്ചൊരു പണി വന്നാൽ എൻ്റെ പെണ്ണെ നീ താങ്ങത്തില്ല. അതുകൊണ്ട് നേരെ ചൊവ്വേ വരാൻ പറഞ്ഞു. കർത്താവിൻ്റെ കുഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ പറയണം, ഈ കുഞ്ഞിൻ്റെ പേരിൽ തന്നെ ഞാൻ മുമ്പത്തേക്കാൾ നിന്നോട് അടുത്തിരിക്കും. നിൻ്റെ കുർബാനയോട്, നിൻ്റെ ബലിപീഠത്തോട്, നിൻ്റെ കുടുംബപ്രാർത്ഥനയോട് ഈ കുഞ്ഞിൻ്റെ പേര് ഞാൻ നിൻ്റെ സാക്ഷികളായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ അംശമെന്ന് പറയണത്. അങ്ങനെ വന്ന് നോക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം കണ്ട എന്താണ്? ആദ്യം കണ്ട 12:18 റോമർ എന്താ പറഞ്ഞത്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക. അപ്പൊ എന്തിനാണ് സമാധാനത്തെ വർത്തിക്കണം എന്നാണ് പിന്നീട് പറയണത്. ഹെബ്രായർ 14:18 എന്താ പറയണത്? സമാധാനത്തെ വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. അപ്പം ഈ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് വിശുദ്ധി? എന്തിനാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് ഈ സംഭവം പോണത്. ഹെബ്രായർ 14:13 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അതാണ് പ്രശ്നം. വിശുദ്ധിക്ക് ലക്ഷ്യമൊന്നുമില്ല. വിശുദ്ധി ഒരു മാർഗമാണ്. സമാധാനമാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. സാധിക്കുന്നിടത്തോളം സമാധാനം വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ. എന്തിനാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്? വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. ഉടമ്പടിയോട് സത്യസന്ധതയും നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവഗണം വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഭൗമഗണം കുറയ്ക്കുകയും ചെയ്യണം. ഓരോ ഉടമ്പടിയുടെ ഓരോ മാസവും കഴിഞ്ഞു പോകുമ്പോൾ ദൈവദർശനത്തിന് നീ നിന്നെ തന്നെ ഒരുക്കുന്ന അതിശക്തമായ ദൈവികമായ സംവിധാനമാണ് ഉടമ്പടി. ഉടമ്പടിയിലേക്ക് നിന്നെ കൊണ്ടുവന്നതിന് നീ നന്ദി പറയണം ദൈവത്തോട്. നീ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ മാത്രമല്ല ദൈവത്തിന് നിയോഗങ്ങൾ, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെത്തുന്നവരെ ഉടമ്പടി നമ്മൾ യാത്ര തുടരും. യാത്രയ്ക്ക് ഒരു അന്ത്യമില്ല, നിനക്കറിയാമല്ലോ. നമ്മുടെ യാത്രയും നമ്മുടെ ഓട്ടവും ഒക്കെ, നമ്മുടെ ഓട്ടം വട്ടത്തിലല്ല കേട്ടോ, നീളത്തിലാണേ. ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ കാലത്ത് നമ്മളെപ്പോഴും നോക്കുമ്പോൾ ആൾക്കാർ വട്ടത്തിൽ ഓടണം കാണാം. ഈ ഭൂമി കിടന്ന് മനുഷ്യനെ വട്ടത്തിൽ ഓടാനേ പറ്റത്തുള്ളൂ. ഭൂമിയിലുള്ള മനുഷ്യൻ ക്രിസ്തു വരെ എല്ലാം വട്ടത്തിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നത്.
ഓടിയ പാട്ടിൽ തന്നെ പിന്നെയും വന്നെത്തും. അതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്തു ആ വട്ടത്തിൽ നിന്ന് ചാൽ മാറ്റിയിട്ട് നിത്യത വരെ ഓടാനുള്ള വഴി തുറന്നു തന്നു. ഉടമ്പടി നിന്നെ നിത്യതയിലേക്ക് എത്തിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ഒളിമ്പിക്സിൻ്റെയൊക്കെ പത്തം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചിരി വന്നു. മനുഷ്യൻ വട്ടത്തിൽ കിടന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഓന്തോടിയ വെയിൽ വരെ, മനുഷ്യനോടിയ ഒളിമ്പിക്സ് വരെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു വിശ്വാസി ഓടിയാൽ അങ്ങനെ ഒരു ആ നിത്യത വരെ ഓടും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ വിഷയത്തിന് പറ്റുന്ന രീതിയിൽ ദൈവം തന്നില്ല എന്ന് നിനക്ക് തോന്നിയാൽ ഉടനെ നീ അതൊരു പോളിസിയാക്കണം. ആ ഫണ്ട് മുഴുവൻ പോളിസിയാക്കണം. നിത്യതയിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കണം. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കപ്പെടുന്നില്ല എന്നല്ല ബൈബിൾ പറയണത്. അത് കേൾക്കുന്ന ദൈവത്തിൻ്റെ കാലം ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. കൈയടിക്കട്ടെ. ഉടമ്പടി ചെയ്ത എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ഓൺലൈനിലുള്ളവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്ന അത്രയും സമയം ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളെയൊക്കെ ആവശ്യിച്ചുകൊണ്ട് അനുഗ്രഹമായും കൃപയായും സൗഖ്യമായും കർത്താവിൻ്റെ സ്നേഹം പെയ്തിറങ്ങുന്ന വലിയ നിമിഷങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഇയാൾ തറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ കൃപയിൽ ശക്തിയിൽ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകൊണ്ടേ. കർത്താവേ, അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ, നിന്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ എല്ലാ മക്കളെ സ്പർശിക്കണേ അപ്പാ. അപ്പൻ്റെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപ്പ. എല്ലാ മക്കളെ സ്പർശിക്കണമേ, എല്ലാ മക്കളെ സ്പർശിക്കണമേ. ത്വക്കുകള്, ശരീരങ്ങള്, ആന്തരിക ശരീരങ്ങള്, ആന്തരിക അവയവങ്ങള്, കോശങ്ങള്, പേശികള്, നീര് കെട്ടിയ ശരീരം അപ്പാ സ്പർശിക്കണമേ. കർത്താവേ, വെള്ളം കെട്ടിയ വയറുകള് സ്പർശിക്കണമേ. കരൾ രോഗികള്, കിഡ്നി രോഗികള്, നീര് കെട്ടിയ ശരീരം, വെള്ളം കെട്ടിയ ശരീരം, ഡാമേജ് ആയിട്ടുള്ള ആന്തരിക അവയവങ്ങള് അപ്പാ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ, യേശുക്രിസ്തുവിന്റെ കരുണ, കർത്താവിന്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ, നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. മാർഗരോഗങ്ങള്, തീരവേദികള്, പാൻക്രിയാസുകള്, കരള്, കിഡ്നി, ശ്വാസകോശങ്ങള്, തൈറോയിഡുകള്, ശിരസ്, ബ്രെയിന്, ഉച്ചുമുതൽ ഉള്ളങ്കാൽ വരെ എല്ലാ കോശങ്ങളും, എല്ലാ പേശികളും, എല്ലാ ആന്തരിക അവയവവും യേശുക്രിസ്തുവിന്റെ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ. ഭാഷ്യത്തെ സ്പർശിക്കണ കർത്താവേ, കർത്താവേ, മൂത്രാശയത്തെ സ്പർശിക്കണ കർത്താവേ, മൂത്രനാളികളെയും ഗർഭനാളികളെയും സ്പർശിക്കണ കർത്താവിന്റെ ബ്ലോക്കുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹൃദയത്തിന്റെ കുഴലുകള്, ഭിത്തികള്, ശ്വാസകോശങ്ങള്, തന്ത്രികള് കർത്താവിന്റെ രക്തത്താൽ കുതിരട്ടെ. തൊണ്ട, കണ്ണ്, മൂക്ക്, അതിന്റെ ആന്തരികമായ കേടുപാടുകള് കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. സ്പർശിക്കണം കർത്താവേ. നീരോടെ പ്രാർത്ഥിക്കുന്ന മക്കള്, വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കള്, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവേ, കർത്താവേ, അങ്ങനെ ആണിപ്പെടുത്താറുന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അത്ഭുതകരം ഓരോ മകന്റെ മേലും മകന്റെ മേലും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി യത്നിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സാക്ഷ്യഗണത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു.
ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നിന്നിൽ മാത്രം, ക്രിസ്തുവിൽ മാത്രം സമാധാനം കണ്ടെത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.